ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോക്ക് സ്വാഗതം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന നമ്മളെ ഡെൻ്റെ സൺ ഡയറക്റ്റ് റിമോട്ടറാണ്. അപ്പോൾ നമ്മുടെ റിമോട്ടറൊക്കെ നമ്മളിപ്പോൾ ചീത്തയാകുമ്പോൾ നമ്മൾ ഉടനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ തറയൊക്കെ കയ്യിൽ നിന്ന് തറയൊക്കെ വീഴുമ്പോൾ ഉടനെ നമ്മൾ പെട്ടെന്ന് പിന്നെ നമ്മൾ വർക്ക് ആവാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എൻ്റെ റിമോട്ടറിനെ ജസ്റ്റ് നോക്കി അറിയാൻ പറ്റും. ഇവിടെ മിന്നി നിൽക്കുന്നതാണ്. അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ സർക്യൂട്ട് ബോർഡിൽ വന്നൊരു ചെറിയൊരു പ്രശ്നമാണ്. ഈ പ്രശ്നം നമുക്ക് കടയിൽ കൊണ്ടുപോയി പുതിയത് വാങ്ങുന്നതിന് മുന്നേ നമ്മൾ തന്നെ ചെറുതായിട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് പൊടുക്കുകയാണ് പറയാൻ വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ എത്തിയത്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇപ്പോൾ ബാറ്ററി ചാർജ് ഉണ്ടോ ഇല്ല നമുക്ക് നോക്കാൻ പറ്റിയൊരു ഐഡിയ ഞാൻ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഫോൺ എടുത്ത് വെച്ച് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഫോണല്ല നമ്മളെ ഇതുപോലെ നമ്മുടെ ടിവിയുടെ നമ്മുടെ റിമോട്ടർ എടുത്ത് വെച്ച് നമ്മളിങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ചെറിയ ലൈറ്റ് കത്തുകയാണെങ്കിൽ നമ്മളെ ബാറ്ററിയിൽ ചാർജ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇത് സ്വിച്ച് പുതുക്കുമ്പോഴാണ് ലൈറ്റ് കത്തിയാണ്. പക്ഷേ എൻ്റെ റിമോട്ടർ ഇപ്പോൾ ചെറിയ എന്തോ ഒരു സർക്യൂട്ടിലുള്ള ഒരു പ്രശ്നം കാരണം ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിത് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്ത് നോക്കാമെന്നാണ്. ഇതിൽ കൂടെ 100% കറക്റ്റ് ആവില്ല, എന്നാലും ഒരു 99% നമുക്ക് കറക്റ്റാക്കി ഏകദേശം റിമോട്ടർ കിട്ടുന്നുണ്ട്. ഞാൻ തന്നെ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തറയുന്ന വിടുന്ന് പുതിയത് വാങ്ങണമെന്ന് വെച്ചാൽ കുറേ പൈസ പോകും. അപ്പോൾ ജസ്റ്റ് ഇത് അറിയില്ലാത്തവർക്ക് വേണ്ടി പറയാൻ വേണ്ടി നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി അത്രയും റിമൂവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതിനെ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ തന്നെ കുറച്ച് പൊടികൾ ചെയ്ത് ഒരു വിധമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിനെ ഇവിടെ ഇളക്കിയെടുക്കുക. ജസ്റ്റ് നല്ല രീതിയിലൊന്ന് തുടച്ചെടുക്കുക. നമുക്ക് ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ റാമൊക്കെ ക്ലീൻ ചെയ്യില്ലേ, അതുപോലെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എറേസർ വെച്ച് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എറേസർ വെച്ച് ജസ്റ്റ് നമ്മൾ പണ്ട് ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറേ ഞാൻ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ നിന്ന് വീഴുമ്പോഴും ജസ്റ്റ് ഒന്ന് അറിയാതെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വയ്ക്കുമ്പോഴൊക്കെ വീണ് പോയി കുറേ പ്രാവശ്യം പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തന്നെ വൃത്തിയാക്കി എടുക്കുക. നമ്മൾ കൈ വെച്ചോ തുണി വെച്ചോ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് പോളിഷ് ചെയ്ത് പോലെ എടുക്കുക. ജസ്റ്റ് അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ എൻജാൻഡറിന്റെ ഒരു പൗഡറാണ് കുറച്ച് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുട്ടിക്കുറയാ എന്ത് വേണമെങ്കിലും എടുക്കുക, അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് കുറച്ചൊന്ന് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ഇതിൽ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും ക്ലോത്ത് എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ കൈ വെച്ചായാലും മതി, ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് ഒന്ന് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഊതി കൊടുക്കുകയും എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊരു ക്ലോത്ത് വെച്ച് ഒന്ന് തുടച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി എടുത്തിട്ടുള്ളത് നമ്മുടെ കോട്ടൺ പഞ്ഞി ഉണ്ടല്ലേ, കോട്ടൺ അല്ല നമ്മൾ സാധാരണ നമുക്ക് മുറിയുമ്പോഴേക്കും നമ്മൾ യൂസ് ചെയ്യുന്ന പഞ്ഞി. എന്നിട്ട് ജസ്റ്റ് അതെടുത്തൊന്ന് അതിനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് തുടച്ച് കളഞ്ഞാൽ മതി, ഫുള്ള് പോകണ്ട. നല്ല വീട്ടിൽ തൂക്കുന്ന പോലെ ഒന്ന് വൃത്തിയാക്കണ്ട, കുറച്ചൊന്ന് ജസ്റ്റ് വൃത്തിയാക്കിയാൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഊതിക്കളയും. എന്നിട്ട് നമുക്ക് വീണ്ടും നമുക്കിതിനെ തിരിച്ചു വയ്ക്കാം. തിരിച്ചു വയ്ക്കുമ്പോൾ സൂക്ഷിച്ചാണ് വയ്ക്കേണ്ടത്. കണ്ടോ, ഇങ്ങനെ ആദ്യം നമ്മൾ ഇതിനെ ജസ്റ്റ് കറക്റ്റായിട്ട് ബാറ്ററിയിൽ കണക്ഷൻ വരുന്ന ഭാഗമൊക്കെ ഒന്ന് സൂക്ഷിച്ച് വയ്ക്കുക. എന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവണ്ട കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് ഇതിനെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ബാറ്ററി നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ട ഇവിടെ നമുക്ക് ഇനി ഞാൻ തൊടുമ്പോഴേ ഇപ്പൊ ഞാൻ കണ്ട പ്രസ് ചെയ്തപ്പോൾ മാത്രമല്ലേ ലൈറ്റ് വന്നുള്ളൂ. അപ്പോൾ ഞാൻ മനസ്സിലായി റിമോട്ടർ കറക്റ്റ് ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ട്രിക്കാണ്. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് കരുതുന്നു. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ റിമോട്ടർ നമുക്ക് ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റിമോട്ടിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ട കാര്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടോ, ഇന്ന് ക്ലിക്ക് ചെയ്താൽ ചാർജ് ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ എന്തെങ്കിലും കുഴപ്പം ഉണ്ടായി കഴിഞ്ഞാൽ റിമോട്ടിൽ ഇവിടെ നമ്മളിപ്പോൾ ചുമ്മാ തനിയെ തന്നെ ചാനൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ലൈറ്റ് എത്തിക്കൊണ്ടിരിക്കും. ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്പാണ്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ട് നേരുന്നു. ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ആരും സൈനിങ് ഔട്ട്.